മക്കളെ ഇത് കണ്ടോക്കിയ ആ ബസ്സിൽ വീഡിയോ കണ്ടതിന് ശേഷം സകല ആണുങ്ങളുടെ അവസ്ഥ അതാണ്. പുറത്തൊക്കെ ഒരു ആവശ്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ട മക്കളെ സകല തോടും അതുപോലെ തന്നെ പുഴയും കടന്നിട്ട് വേണം നമ്മളൊരു കാര്യം സാധിച്ചെടുക്കാൻ. ആ ഒരു വീട് ഉണ്ടാക്കി വെച്ച ഇങ്ങനെ നോക്കി നിങ്ങൾ മക്കളെ വീട് നോക്കി നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കേട്ടോ. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലേ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ അങ്ങ് പയറ്റി വെക്കും നിങ്ങൾ, ചിലപ്പോൾ രക്ഷപ്പെടും. അതില്ലെങ്കിലേ അന്നത്തെ ഉറക്കം തന്നെ പോയി കിട്ടും, രണ്ടാറൊന്നും ഉണ്ടാവും. മക്കളെ നമ്മുടെ ജീവിതം ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് കടന്നു പോവുക. അപ്പം കണ്ണിൽ കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ചില അബദ്ധങ്ങളൊക്കെ ചെന്ന് ചാടും. നമ്മുടെ നാട്ടിലെ ഇതുപോലെ അബദ്ധങ്ങൾ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, കെട്ടിപ്പൂട്ടി നടക്കുന്നില്ലേ, വെച്ചിട്ടും തേച്ചിട്ടും മേച്ചുകൂട്ടിയിട്ടൊക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ മക്കളെ. കണ്ടോക്കിയാൽ ഇതായിരിക്കണം ഭാര്യ. എത്ര വലിയ പേമാരി വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഭർത്താവിനെ കൈവിടരുത്, പിടിച്ച് കൂടെ നിർത്താം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഭാര്യനെ തെരഞ്ഞു കട്ടണട്ടോ. മക്കളെ കണ്ടോക്കിയാൽ ഇതാണ് പറയുന്നത്, നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോ അഭ്യാസങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് മറന്നു പോകും. കണ്ടില്ലേ? ഇനി മൂപ്പര് ഒരിക്കലും മറക്കില്ല. ഇങ്ങോട്ട് ഓക്കെ മക്കളെ, നിങ്ങൾ കായും മേടിച്ചിട്ട് ഊക്ക വാങ്ങണ മനുഷ്യനാണെങ്കിൽ ആ നിൽക്കണം മൂപ്പര്. ഒരു കുഴപ്പമില്ല മൂപ്പർക്ക്. മൂപ്പര് ഇതിലും വലുത് കണ്ടതല്ലേ. ആ ചുറ്റും നിൽക്കുന്ന ചെക്കന്മാരെ അവസ്ഥ ആലോചിച്ച് നിങ്ങൾ ഒക്കെ പോട്ടെ, ഇമാതിരി പരിപാടിക്ക് ഇമാതിരി സാധനങ്ങളെ വിളിക്കണവരൊരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. കല്യാണത്തിന് വിളിച്ചിട്ട് ചോറിന് പോകാൻ പോരാണെന്ന് വെച്ചാൽ തിരക്കിടില്ല. എല്ലാരെയും വിളിക്കണ പോലെ നേരത്തെ വരിക, തലൂസം വരിക, അങ്ങനെയൊക്കെ വിളിക്കാൻ തിരക്കിടില്ലേ. ഈ കായ് കൊടുത്ത് വിളിക്കുക, എന്നിട്ട് ഊക്കുക, എന്നിട്ട് പറഞ്ഞേക്കുക. എന്തൊരു കഷ്ടം. എല്ലാ സമയത്തും നിങ്ങൾ വിചാരിക്കണ പോലെ സംഭവിക്കണം എന്നില്ല കേട്ടോ. ചില സമയത്ത് സംഭവിക്കും. മക്കളെ വീട് കണ്ടോക്കെ ഞങ്ങള് ഇത് എന്ത് ആചാരത്തിന്റെ പേരിലാണോ എന്ത് പുണ്യത്തിന് വേണ്ടിയിട്ടാണോ എന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മളതിനെ എതിർക്കാനും ആളല്ല. പക്ഷെ ആ വെള്ളത്തിൽ ആ പാല് ഒഴുക്കി കളയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പുണ്യം ആ ഓടി വരുന്ന കുട്ടികൾക്ക് ആ പാല് കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ ആയിരിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്.